പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിലെ, അതായത് ഗ്രീക്കുകാരിൽ ചിലർ ചെന്ന് പീലിപ്പോസിനോട് ഈശോയെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം പറയുകയാണ്. ഇവിടെ പീലിപ്പോസ് അന്ത്രയോസിനോട് ചെന്ന് പറയുകയും അന്ത്രയോസും പീലിപ്പോസും കൂടി കർത്താവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ മഹത്വപ്പെടേണ്ട സമയമായിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അതായത് ഈശോയുടെ പീഡാനുഭവ, മരണ, ഉദ്ധാനങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ ഈശോ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് തത്തുല്യമായ ഒരു പ്രാർത്ഥന കൂടി ഈശോ ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈശോ പ്രതിസന്ധികളിലും തിരഞ്ഞെടുക്കുവാൻ പ്രയാസമുള്ള ജീവിത സാഹചര്യങ്ങളോടുമൊക്കെ ആമേൻ പറയുവാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലുമൊക്കെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈശോ നമുക്കെന്നും ശക്തിയാകട്ടെ. അന്ധകാരം നിറഞ്ഞൊരു ജീവിതമല്ല, പ്രകാശത്തിന്റെ വഴികളിലേക്ക് നയിക്കുവാനാണ് കർത്താവിന്റെ പീഡാനുഭവ, മരണ, ഉദ്ധാനങ്ങളൊക്കെ നമ്മെ സഹായിക്കുന്നത്. അത്തരത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ, പിതാവിന്റെ ഇഷ്ടം അറിയുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ വഴിയേ നടക്ക